കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഹോളിവുഡിൽ നിന്നുണ്ടായ ഏറ്റവും ഫെയ്ത്ത്ഫുള്ളായ സ്പിൻ ഓഫാണ് ജോൺ വിക്ക് സീരീസിൽ നിന്ന് വന്ന ബാലറീന എന്ന സിനിമ. ജോൺ വിക്ക് എന്താണോ തിയേറ്ററിൽ നമുക്ക് ഡെലിവർ ചെയ്തത് അത് അതുപോലെ തന്നെ ബാലറീനയും തരുന്നുണ്ട്. പ്ലോട്ട് വേണമെങ്കിൽ ഒരു ക്ലീഷേ പരിപാടിയാണെന്ന് തന്നെ പറയാം. കാരണം അച്ഛൻ്റെ മരണശേഷം റഷ്ക റോമ, അതായത് ജോൺ വിക്കിൽ നമ്മൾ കണ്ട റഷ്ക റോമ എന്നൊരു അസാസിൻ ഗ്രൂപ്പിൽ എത്തിപ്പെടുന്ന ഈവ് മക്കാറോ എന്ന കുട്ടി പിന്നീട് എങ്ങനെ ഒരു അസാസിനായി മാറുന്നു, അതിനുശേഷം തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലീഷേ റിവെഞ്ച് സ്റ്റോറിയാണ് പ്ലോട്ട് ലൈൻ. പക്ഷേ ഈ പടം എൻറ്റയർലി വ്യത്യസ്തമാക്കുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, നായികയായ അനാ ഡി അർമാസിൻ്റെ പ്യുവർ ഡോമിനേഷൻ. അവരൊരു ബ്യൂട്ടി ക്വീനാണ്, ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുന്നൊരു നടിയാണ്. പക്ഷേ ആക്ഷൻ സീക്വൻസിൽ അവർ ചെയ്ത വർക്ക് ശരിക്കും മരിച്ച് പണിയെടുത്തുന്ന വർക്ക് ചെയ്യേണ്ടി വരും. കാരണം അത്രയും ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. 2, ജോൺ വിക്കിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ കിഡിലൻ ആക്ഷൻ കൊറിയോഗ്രഫി. ഫേവറേറ്റായിട്ട് എടുത്തു പറയേണ്ട ഒരു 3 എണ്ണം ഉണ്ട്. 1, ഒരു ആം ഷോപ്പിൽ ഒരു ഫൈറ്റ് ഉണ്ട്. 2, ഒരു വില്ലേജിൽ ഫൈറ്റ് ഉണ്ട്. 3, ഒരു ഫ്ലെയിം ത്രോവർ വെച്ചൊരു തീക്കളിയുണ്ട്. ലിറ്ററലി തീ ഐറ്റം ഒക്കെ പറഞ്ഞൊരു ഗംഭീര ഫൈറ്റ് സീക്വൻസ്. ഇതിൻ്റെ എല്ലാം കൂടെ ബോണസായിട്ട് നമ്മുടെ ജോൺ വിക്ക് അണ്ണൻ്റെ ഒരു എൻട്രിയും ഒരു ഫൈറ്റ് സീക്വൻസും. തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് ഈ കൊടുത്ത കാശ് മുതലായി എന്ന് പറയുന്ന ഒരു ഫീലാണ് തിയേറ്ററിൽ പ്രേക്ഷകന് കിട്ടുന്നത്. ജോൺ വിക്ക് സീരീസിൽ അവരെന്താണോ ഡെലിവർ ചെയ്തിട്ടുണ്ട് അതേ സ്കെയിലിൽ, അതേ വലിപ്പത്തിൽ, അതേ എഫക്റ്റിൽ തന്നെ നമുക്കത് തിയേറ്ററിൽ ഫീൽ ചെയ്യാൻ പറ്റും. കറക്റ്റ് ജോൺ വിക്കിൻ്റെ സ്പിൻ ഓഫ് എന്ന് 100% പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു ലേഡി ജോൺ വിക്ക് എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന സിനിമയാണ് ബാലറീന. അനാഡി അർമാസിനൊപ്പം എടുത്തു പറയേണ്ട 2 പേര് സംവിധായകനും ക്യാമറാമാനുമാണ്. കാരണം സംവിധായകൻ ലെൻ വൈസ്മാൻ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഫീച്ചർ ഫിലിമിലേക്ക് തിരിച്ചു വരുന്നത്. ആ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെയാൾ സിനിമാറ്റോഗ്രാഫറായ റൊമെയ്ൻ ലക്കൂർബസ് ആണ്. അതായത് ആക്ഷൻ സീക്വൻസ് ആവട്ടെ, ലാൻഡ്സ്കേപ്സ് ആവട്ടെ, ചേസിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ആവട്ടെ, ഗംഭീരമായിട്ട്, അതായത് ഈ ജോൺ വിക്കിൻ്റെ പാറ്റേൺ അതേ പിടിച്ചു അല്ലെങ്കിൽ കോപ്പി ചെയ്തു എന്നുള്ളതല്ല. എൻറ്റയർലി ബാലറീന അവിടെ വ്യത്യസ്തമാകുന്നുണ്ട് ആ കഥയ്ക്കൊപ്പം. ഇത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലാൻഡ്സ്കേപ്പുകൾ എങ്ങനെയാണ് ആക്ഷൻ സീക്വൻസിന് വേണ്ടിയിട്ടും ഇമോഷണൽ സീക്വൻസിന് വേണ്ടിയിട്ടും എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത്. ജോൺ വിക്ക് 2 പോലെ രണ്ടാം വരവിലൊരു തീപ്പൊരി ഇട്ടിട്ട് തന്നെയാണ് ബാലറീന അവസാനിക്കുന്നതും. ആക്ച്വലി ബാലറീന തിയേറ്ററിൽ നിന്ന് കാണുന്ന ഏതൊരാൾക്കും രണ്ടാം ഭാഗം ഉണ്ടായെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹം തോന്നും. അങ്ങനെ തന്നെയാണ് പടം നിർത്തിയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതുതന്നെയാണ്. രണ്ടാം ഭാഗം വരണം, വരട്ടെ.